ഗൈസ് സമയം ഇപ്പോൾ 8:50 ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് സാറിൻ്റെ കുറച്ച് പിള്ളേരും സ്റ്റാഫുകളൊക്കെ കൂടി ബോയ്സ് എല്ലാവരും കൂടിയിട്ട് മലയാറ്റൊരു മല കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു ബാക്കി കാഴ്ചകൾ കാണാം. മല കയറി തുടങ്ങുമ്പോഴത്തേനും എൻ്റെ അവസ്ഥ ഉപ്പഴകിയ പോലെ. അപ്പൊ പിന്നെ ബാക്കിയുള്ളൊരു കാര്യം പറയണ, ഞങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് മലയാറ്റൂർക്ക് വരുന്നത്. ചെറിയ മല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആദ്യം കയറിയവർ തൊട്ടിട്ട് പതുക്കെ വന്നവർ വരെ ഈ ഒരു പോയിന്റിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒത്തുകൂടിയുണ്ട്. അത് കണ്ടില്ലേ, അങ്ങനത്തെ 14 ഉണ്ട്. അതിൽ 4 നമ്മൾ കയറിയുള്ളൂ. ഇനി 10 കയറുണ്ട്. ഇപ്പം തന്നെ ഏതാണ്ട് ചത്തു. ഈ കയറിയുമ്പോൾ ബാക്കി അറിയാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ വലിയൊരു പരിശ്രമത്തിന് ശേഷം 14 കുരിശുകളും കടന്ന് ടോപ്പിലെത്തിയിട്ട് ഫൈനലി തോമസ് ലീഹനെ കണ്ടു തൊഴുതു കേട്ടോ. ക്ഷീണം മാറ്റാൻ ഓരോ എപ്പിസോഡും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ആന കുത്തിയ പള്ളി കാണാനാണ്. നിങ്ങളിത് ഇവിടെ ഒരു ഹോള് കണ്ട, ഈ ഒരു ദ്വാരമാണ് ആന കുത്തിയെന്ന് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അത്ഭുത കിണറ്റിന്ന് വെള്ളം കുരി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് സ്വർണ്ണക്കുരിശ് കാണാനാണ്. തോമസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞ പാറ കണ്ടുണ്ടോ നിങ്ങൾ? ഈ 2 സർക്കിൾ കണ്ട, അതിനുള്ളിലാണ് സംഭവം ഉള്ളത്. അങ്ങനെ അവിടെയുള്ള എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ആയത്ത് പരിധി പറഞ്ഞ് ഫുഡ് അടിക്കാൻ നിന്നു. ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മല കയറുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഒരു ധാബയിലേക്കാണ്. കയറി ഓർഡർ എടുത്ത് ഫുഡ് വന്നപ്പോൾ എല്ലാവരും നല്ല തീറ്റായിരുന്നു. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫുഡ് അടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടൂടാ. അപ്പൊ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം. ബൈ.